ഫ്രണ്ട് ലൈൻ ന്യൂക്ക് ടൗൺ ഹൈജാക്കഡ് അല്ലേ നല്ലത്? ഇച്ചിരി നല്ല കളിക്കാരാന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അയ്യോ ഫുള്ള് തീമേജാണ്. എന്തൊക്കെ ഇച്ചിരി മുന്നേ എന്നെ കൊന്നില്ലേ? ഇപ്പോഴും അങ്ങനെ കൊല്ലാൻ പാടുണ്ടോ? ഞാൻ സ്നൈപ്പറാ. ഫ്രണ്ട്ലൈനിൽ കില്ലെടുക്കുന്നത് മാത്രമാണോ? ആ അല്ലാണ്ട് പിന്നെ എന്താ, വേറെ എന്തെങ്കിലും വേണമായിരുന്നോ? പിന്നെ ഇതും തീർത്ത മാറ്റം തമ്മിൽ എന്താ വ്യത്യാസം? ഫ്രണ്ട് ലൈനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു വശത്ത് തന്നെ ജനിക്കുന്നു, അവിടെ തന്നെ വരുന്നു. ഡെത്ത് മാച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടീംമേറ്റ്സ് എവിടെയാണോ ഉള്ളത് അവരെയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതെ, ടീംമേറ്റ്സ് എവിടെയാണോ ഉള്ളത് അത് നോക്കിയിട്ട്. ആ നേരാ. എവിടെ ഫോണിൽ ചടം വന്നു. അയ്യേ, വെറുതെ പോയി ചത്തുവല്ലോ. ആ മതിലിന്റെ പുറകിൽ എടാ അവർക്ക് കേറി വരുന്നുണ്ട് കേട്ടാ. ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കില്ല് ഒരു മരണം എന്നുള്ള രീതിയിലാ. അത് നടക്കൂല ഇനി. ആ ഒരു വശം കഴിഞ്ഞു. മോങ്കർ റൂമില്ലേ? റൂമിടാം. എന്നാണേലും BR റൂമുണ്ട്. ഞാൻ MB റൂമിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. നമ്മുടെ പുതിയ ഇതൊക്കെ വന്നില്ലേ, ഇവിടേക്ക് ഇനി ലെജൻഡറി ഒക്കെ ആവണ്ടേ എന്നുള്ള രീതിയിലേ. റൂമിടാം, ആളുണ്ടെങ്കിൽ റൂമിടാലോ. മെഷീനുകളൊക്കെ പിടിച്ചിറങ്ങി. എടാ ഒരാൾ ആ റൂമിൽ നിലത്തൊറ്റ കടപ്പ് കിടക്കുന്നുണ്ടറാ. ഇതെന്താ ഇവിടെ പറയാ പോക? ഞാൻ ഷാഡോ പ്ലേഡ് കൊണ്ടുപോയി പൊക്കോ. ഇവിടെ ആരും ഇല്ലേ? എവിടെയോ ഒരു നായി വരുന്നുണ്ട്. അത് എന്റെ നെഞ്ചത്തോട്ടാ വരുന്നത്. എന്നാണേലും എനിക്ക് ഉറപ്പാ. ബൊറുബുറു ആ ഇതിന്റെ മണ്ടയിൽ ഒരുത്തന്നുണ്ടടാ. അവര് ഇറങ്ങിപ്പോയോ? രണ്ടുപേരുണ്ട് അതിന്റെ മണ്ടയിൽ. അമ്മേ, ഒരാളെ കൊന്നു, ഒരാളെന്നെ ഇട്ടു. ആരെയും കൊന്നില്ലേ? വേറെ ആരോ എന്നെ ഇട്ടു. അങ്ങനെയാന്ന് തോന്നുന്നു. ഒരുത്തൻ ഷീൽഡും പിടിച്ചു വരുന്നുണ്ട്. നമ്മളങ്ങോട്ട് കൂടുന്നില്ല, പക്ഷെ അവര് കൂടുന്നുണ്ടല്ലോ. എടാ അവരെ ജനിക്കാൻ വിട്, എന്നാലല്ലേ അവര് വരുള്ളൂ.
അങ്ങനെ പറയുന്നത്. ഏട്ടാ അമ്മായി ജനിക്കാൻ വിടും നമ്മൾ കയറി ചെയ്തിട്ട് ആന്റി കാര്യമില്ല. ഇന്ന് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂല. 15 സെക്കൻഡ്സ്. ഓക്കേടാ എന്തോ തിരക്കായി പോയോ? എന്തോ അസൈൻമെന്റ് പ്രൊജക്റ്റ് പഠിക്കാൻ അങ്ങനെയാണോ? ഇല്ല. ഇല്ല. കഴിഞ്ഞു. ഫോ. എടാ നിനക്കെല്ലാരും ഇങ്ങനെ ലൈനായിട്ട് നിന്ന് തന്നേക്കുവായിരുന്നല്ലേ? ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. അസൈൻമെന്റ് ഓക്കെ നടക്കട്ടെ. ലൈവ് ലൈക്ക് ചെയ്യണം കേട്ടാ.